ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കരേറ്റുന്നു. May God's name be glorified this morning. നമ്മൾ ഒരുപാട് empty pews ഉണ്ടെന്ന് എനിക്കറിയാം. I know there are empty pews this morning. അതുകൊണ്ട് നമുക്ക് ഇവിടെ സന്നിഹിതരായവർക്ക് ആരാധനയ്ക്ക് തടസ്സമാകരുത്, അതല്ലേ? And don't let that be an obstacle for worshiping God this morning. വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഹൃദയം തുറന്ന് ശബ്ദമുയർത്തി നമ്മൾ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. I wonder if we open our hearts and our minds to worship God wholeheartedly this morning. ആരാധനയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും നമ്മുടെ മധ്യത്തിലുണ്ടോ ഇന്ന്? Is there anything among us that is preventing us from worshiping God? വേണ്ടതുപോലെ ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ? Is there any opportunities in your life that it is lacking you to give glory to God? അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ശബ്ദം ഉയർത്തി കർത്താവിനെ അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. So before we start worship the message this morning, we want to raise our hands and worship God. ഒന്നോ രണ്ടോ ഹല്ലേലൂയ പറഞ്ഞ് നിർത്താനായിട്ടല്ല. I'm not talking about one or two hallelujah and stop. അല്പനിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. Lord for a few minutes together. നമ്മുടെ മധ്യത്തിൽ ശക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിക്കണം. And we need to experience the power of the Holy Spirit this morning. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാവിലെ നമ്മോട് സംസാരിപ്പാനുണ്ട്. I truly believe the Holy Spirit want to speak to each one of us this morning. ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നമ്മുടെ മധ്യയിൽ നിന്ന് നടക്കാനുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കും? How many of you believe God is going to work among us this morning? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവനായ ദൈവം, the one who performed miracles in our lives in the past, അവന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്നും ഉണ്ടാകട്ടെ. His heavy presence should be among us even this morning. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ അല്പനിമിഷങ്ങൾ ആരാധിക്കാം. So all of us, let us lift our voices and worship God for ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാം. And let us worship the Lord together this അന്യ ഭാഷകളിൽ കർത്താവിനെ ആരാധിക്കാം. Let us worship the Lord in other tongues. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം, the holy presence of the Lord, തന്റെ വചനത്തിലൂടെ ഇന്ന് രാവിലെ നമ്മൾ അനുഭവിപ്പാൻ, we are going to experience that through the word of God this morning. വലിയ വിടുതലുകൾ നമ്മുടെ മധ്യേ ഉണ്ടാകുവാൻ, for great deliverance to happen among us. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. അവനെ കണ്ടുകൊണ്ട് ആരാധിപ്പാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മോട് ഇടപെടട്ടെ ഇന്ന് പകൽക്കാലം. പുതിയ തീരുമാനങ്ങൾ, സമർപ്പണങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി ഏറ്റുപറയുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Let us be in the presence of Lord, submitting ourselves in the presence of God. ദൈവത്തെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ എല്ലാവരും ഇരിക്കണം. I pray that there will not be any distractions this morning. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് ആ ശക്തമായ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയോടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളായിരിക്കണം. If you want to experience the presence of the God, the tangible presence of the Lord, we need to be in much prayer this morning. നമുക്കിന്ന് ഞാൻ ഒരു പുതിയ സീരീസ് ദൈവവചനത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. And we are starting a new series from the word of God this morning. വളരെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തതനുസരിച്ചാണ് ഞാൻ ഈ സീരീസ് തുടങ്ങുന്നത്. I have been praying and preparing, and with that leading is where I'm starting this series. Preaching through Philippians. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പല ഭാഗങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോവുകയാണ്. We're going to think about multiple passages from the book of Philippians. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എങ്ങനെയുള്ള ലേഖനമാണ്. As we know the word Philippians, we know the epistle, we know what kind of book is that. അതൊരു സന്തോഷത്തിന്റെ ലേഖനമാണ് എന്ന് നമുക്കറിയാം. We know it is the book of joy. അപ്പം ആ സന്തോഷത്തെ അധികരിച്ചുള്ളതാണ് മിക്ക ഭാഗങ്ങളും. അതിന്റെ വിവിധങ്ങളായ വശങ്ങളെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. In this book we understand the joy and the different aspects of it in our Christian life. ആ ടൈറ്റിലിൽ കാണുന്നത് പോലെ joy in every season. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും സന്തോഷമുള്ളവരായി ആനന്ദമുള്ളവരായിട്ടായിരിക്കുക. And being in the presence of God in every season, be joyful in the presence of God. ഒരു സ്ലോത്ത് അഥവാ മലയാളത്തിൽ തേവാങ്കം എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്.
And all of us know the animal sloth. അതിങ്ങനെ മരത്തിലൊക്കെ തൂങ്ങി താഴോട്ട് ഇങ്ങനെ തലകീഴായി കിടക്കുന്ന ഒരു ജീവിയാണ്. And this is a creature that hangs upside down on trees. അത് എന്തിനാ പേര് കേട്ടിരിക്കുന്നതെന്ന് അറിയാവോ? Do you know why it is received the name sloth? മടിക്ക് ഏറ്റവും പേര് കേട്ട ജീവിയാണ്. And it is an animal that is identified as lazy. ഏറ്റവും അധികമായിട്ട് മടിയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു ജീവിയാണ് സ്ലോത്ത് അഥവാ തേവാങ്ക്. And it is an animal that is identified to show the most lazy way of handling things. ഇതൊരു കുട്ടി തേവാങ്കാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറ്. And we talk to people that say they are slothish or act like a sloth. അപ്പോൾ ഒരു തേവാങ്ക് ഇങ്ങനെ മരത്തിന്റെ ചില്ലയിൽ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടന്ന് ഇങ്ങനെ ആ മടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. So this sloth was hanging upside down on a branch of a tree. അപ്പോഴാണ് കുറേ പക്ഷികൾ ഇങ്ങനെ ചലച്ചുകൊണ്ട് ഓടി ഇങ്ങനെ പറന്നു പോവുകയാണ് വളരെ പെട്ടെന്ന്. So a bunch of birds were going in a hurry and making a lot of noise nearby. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ആർ ലേറ്റ്, നമ്മുടെ ഫുഡിന് നമ്മൾ താമസിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് പോകാമെന്നാണ് ഈ ബേർഡ്സ് പറയുന്നത്. The birds were in a hurry because we are late for our food and they were in a hurry. എന്നാൽ ഈ തേവാങ്ക് ഇങ്ങനെ മടി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. But this sloth was hanging very lazily. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിലേതിലാണ് സന്തോഷമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. I don't know which one brings joy. പക്ഷേ ജോയ് എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് വരുന്നതല്ല. Joy is not something that happens according to our schedule. നമ്മളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി വെച്ച് ആ സ്കെഡ്യൂളിൽ എനിക്ക് ജോയ് ഉണ്ടാകും, അഥവാ സന്തോഷത്തിൽ ആനന്ദത്തിൽ ജീവിക്കും എന്ന് പറയാൻ പറ്റില്ല. Joy is not something that happens as we schedule for a time of joy. അനേക കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഈ ലേഖനത്തിൽ നിന്ന്. We have many things to cover this morning. ഇന്ന് ആരംഭം മാത്രമാണ്. Today is only the beginning. ഇത് ഈ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾ കാണും, this is a letter overflowing with joy and gratitude. ഈ ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജോയ്, സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും കവർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഈ ലേഖനത്തിന്റെ ഏത് ഭാഗവും വായിച്ചു നോക്കിയാലും സന്തോഷത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. Everywhere throughout this scripture that we see the subject joy. അപ്പോസ്തലനായ പൗലോസ് ബന്ധനത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. Apostle Paul was writing this as he was in bondage. പക്ഷെ ബന്ധനത്തെ കുറിച്ച് 4 പ്രാവശ്യമേ പറയുന്നുള്ളൂ. And he only talks about his bondage or imprisonment only 4 times. എന്നാൽ സന്തോഷിപ്പിൻ 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 എന്ന് 16 പ്രാവശ്യം പറയുന്നു. But he used the word rejoice, rejoice 16 times. അപ്പം ബന്ധനത്തിന്റെ മധ്യത്തിലും ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സന്തോഷം. Even in his bondage, in this imprisonment, in his prison cell, the subject is being rejoicing or joyful. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തല്ലോ, ഈ യഥാർത്ഥ ആനന്ദം സന്തോഷം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, if you really want joy in your life, what are the ingredients we see here? അത് സംതൃപ്തിയെ കുറിച്ച് പറയുന്നുണ്ട്, he's talking about satisfaction, താഴ്മയെ കുറിച്ച് പറയുന്നുണ്ട്, talking about humility, നമ്മുടെ സ്ഥിരതയെ കുറിച്ച് പറയുന്നുണ്ട്, he's talking about stability, നന്ദിയുള്ളവരായിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, also talks about being grateful. അപ്പൊ അതെല്ലാമാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. So those are the things that are mentioned in this passage. പല തീംസും പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. It is providing us many themes and subjects. നിലനിൽക്കുന്ന സന്തോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. He's talking about everlasting joy. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതിന്റെ ഉദ്ദേശം കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. He's talking about providing solutions in the midst of our problems. യേശുവിന്റെ സ്വഭാവമുള്ളവരായി തീരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. He's also talking about having the character of Christ. ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ പ്രകാശിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. He's also talking about in this dark world being bright for the Lord. ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനെ കുറിച്ച് He's പറയുന്നുണ്ട്. also talking about going towards our goal. എല്ലാ സാഹചര്യങ്ങളിലും സമാധാനമുള്ളവരായിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. It is talking about always being peaceful in every situation. അതിൽ ഒരു വിഷയം മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. We're only going to cover one subject today. Joy in every season. എല്ലാ സീസണിലും നമ്മൾ സന്തോഷം ഉള്ളവരായിരിക്കുക. നമ്മളിൽ എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, ഏത് സാഹചര്യത്തിലായാലും ഞാൻ സന്തോഷമുള്ള? How many of us can claim regardless of what situation I'm in, I will rejoice? ഹലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖത്തെ റിങ്കിൾസ് എല്ലാം മാറിപ്പോകും. If that was the case, there will not be any wrinkles on our face. ഒരുപാട് ഇങ്ങനെ നമ്മൾ ഗ്രംപി ആയിട്ടിരിക്കത്തില്ല. We will not be grumpy.
നമ്മൾ സന്തോഷം സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ ഇരിക്കും. We will have joyful faces. നല്ല പുഞ്ചിരിയോടെ ആയിരിക്കും. We will always have a smile on our face. സ്റ്റേജിൽ നിന്ന് വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുമ്പോഴും ആ ഒരു സന്തോഷം കാണും. As you are leading worship on the stage, you will have that joy on your face. താഴെ നിന്ന് ആരാധിക്കുമ്പോഴും ആ സന്തോഷം കാണും. As you are sitting in the pews, you will show that സൗണ്ട് റൂമിലാണെങ്കിലും ആ സന്തോഷം കാണും. whether you are in the sound room, you will have നമ്മൾ that joy. എവിടെയാണെങ്കിലും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നവരായി. So where you are, that joy will be visible. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ കഴിയുക. Being able to rejoice in every situation in our lives. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു നായ യുനോ ഈ സ്വന്തം വാലെ കടിക്കാനായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ടോ? Have you ever seen a dog trying to chase its tail? ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി 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 അവസാനം വാലിന്റെ അറ്റത്ത് കടി കിട്ടും. And as he going around in circle, he thinks that he got his tail. ആ കടി കിട്ടി കഴിയുമ്പം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. As he be able to grab his tail, and then he celebrates. അപ്പൊ ചിലര് വിശ്വസിക്കുന്ന even small victories have to be on full parade, you know. And even small victories that they want to be on full parade. അപ്പം ഈ വിക്ടറീസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. And just waiting for the victories. കറങ്ങി 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 ഇങ്ങനെ പോവുകയാ. Going around in circles. ഒരു ചെറിയ വിക്ടറി കിട്ടുമ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. As you receive a small victory, you celebrate. പിന്നെ മുഖം താണു പോകും. And then you're doom and gloom. വളരെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ആയിരിക്കും. And then it will be gloomy. പിന്നെ ഒരു ചെറിയ വിക്ടറി. Then after that a small victory. അപ്പം പിന്നെ സെലിബ്രേറ്റ് ചെയ്യും. Then you celebrate again. ഇതാണോ ഇവിടെ പറയുന്ന സന്തോഷം? Is that what is discussed here? ഹല്ലേലൂയ. Amen. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്, ജോയ് എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസസിൽ പരിതസ്ഥിതികളിൽ അധിഷ്ഠിതമല്ല. A true joy is not based on your circumstances or surroundings. യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. But the true joy is centered in Christ. അവൻ എന്നിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദൃഢമായ വിശ്വാസമാണ് യഥാർത്ഥ സന്തോഷം എനിക്ക് തരുന്നത്. Your strong assurance that God is still working in my life, and that is the source of true joy. ഹല്ലേലൂയ. Amen. നിലനിൽക്കുന്ന സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദൈവം നല്ലവനാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. If you want lasting joy, that you should have the assurance God is always good. സഭകളിൽ ഒരു മുദ്രാവാക്യമായിട്ട് ഒരു സ്ലോഗന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ പോരാ, God is good all the time, God is good എന്ന്. We should not only say that as a slogan in church, that God is good all the time. ആ ദൈവം എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവം ആത്യന്തികമായി നന്മയുള്ളവനാണ് എന്നുള്ള ബോധ്യം. And always have the assurance God is always good, and He's continuing to work in my life, and that is the assurance we need. ഹല്ലേലൂയ. Hallelujah. ഈ സാധാരണ നമ്മൾ പറയാറുള്ളതാ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ജോയും ഹാപ്പിനെസ്സും തമ്മിൽ, ആനന്ദവും സന്തോഷവും തമ്മിൽ. We understand there is always in confusion between joy and happiness. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് തേടിക്കൊണ്ടിരിക്കുക എപ്പോഴും. Happiness is something you are searching all the time. പിസ്സ കഴിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടോ? If you eat a pizza, then you may be happy. സ്റ്റാർബക്സിൽ പോയാൽ അവിടുത്തെ ഒരു കോഫി കുടിച്ചാൽ സന്തോഷമുണ്ടോ? You have a Starbucks coffee, then you maybe bring you happiness. ഒരു നല്ല വെക്കേഷൻ പ്ലാൻ, അതിൽ സന്തോഷമുണ്ടോ? And you may be happy in a good vacation plan. ആമസോൺ പാക്കേജസ് വന്ന സന്തോഷമുണ്ടോ? As the Amazon packages are delivered. അപ്പൊ നമ്മെ എല്ലാം ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. There are many things around us that brings us happiness. പക്ഷെ ഈ സന്തോഷത്തിനെല്ലാം ഒരു കുഴപ്പമുണ്ട്. But there is something wrong with all this happiness. അതിനെല്ലാം ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട്. There is an expiration date for all those happiness. ഇതിന്റെ കാലാവധി തീരുന്ന ഒരു സമയമുണ്ട്. There is a time that joy, that happiness expires. ഒരു ആഹാരത്തിന്, ഒരു കോഫിക്ക്, ഒരു പിസ്സ, ഒരു വെക്കേഷന്, ഒരു പുതിയ വീടിന്, ഒരു പുതിയ ജോലിക്ക്, വാഹനത്തിന് എല്ലാം തരാൻ പറ്റുന്ന സന്തോഷത്തിന് ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട്. So all the things that happens around us, whether food or vacation or other things, that there is an expiration, those are happenings around us. എന്നാൽ യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്ന അതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും എഴുതിയിട്ടില്ല. But true joy, there is no expiration date. നമ്മൾ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരിക്കുന്ന പാലിന് ഒരു ബെസ്റ്റ് ഈഫ് യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞൊരു ഡേറ്റ് കൊടുത്തിരിക്കും. The milk that is in your fridge has an expiration date saying that best used by this date. ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നത് അന്ന് ആ പറഞ്ഞിരിക്കുന്ന അതേ ഡേറ്റ് വരെ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അടുത്ത ഡേറ്റ് നോക്കുമ്പോൾ അത് സ്പോയിൽഡ് ആയിട്ട്. Some things you buy that is only good for that day, the next day it is already spoiled. എന്നാൽ യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് അങ്ങനെയല്ല. But true joy is not like that.
അതിന് എക്സ്പിറേഷൻ ഡേറ്റ് ഒന്നുമില്ല. There is no expiration date. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you understand what I'm trying to communicate? ഇത് തീർന്നു പോകുന്നതല്ലെന്ന്. This is not something that ends. വേദന വരുമ്പോൾ തീർന്നു It പോകുന്നതല്ല. is now something that happens when you go through pain. രോഗിയായി തീരുമ്പോൾ തീർന്നു പോകുന്നതല്ല It ഈ is not സന്തോഷം എന്ന് something that when you become sick. അത് സ്പോയിലാകാൻ പറ്റാത്ത, ഏത് സാഹചര്യത്തിലും സ്പോയിലാകാത്ത, ഇല്ലാതെയാകാത്ത, നശിച്ചു പോകാത്തതാണ് ഈ സന്തോഷം. So this joy is not something goes wrong or expire when something goes wrong with you. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ That ഈ is what ലേഖനത്തിൽ Paul is പറയുന്നത്. talking about here. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. Apostle Paul's life itself was the best demonstration of ഞാൻ that. മുമ്പേ പറഞ്ഞതുപോലെ വളരെ ഒരു തണുത്ത പ്രതലത്തിൽ കിടന്നുകൊണ്ട്, ഒരു കാരാഗ്രഹത്തിന്റെ ബന്ധനത്തിൽ കിടന്ന്, കാരാഗ്രഹത്തിന്റെ പരിപരുത്ത തറയിൽ ഒരുപക്ഷെ കിടന്നുകൊണ്ട് ബന്ധനസ്ഥനായിട്ട് തന്റെ കാലികളാമത്തിൽ കിടക്ക താൻ ലേഖനം എഴുതുമ്പോൾ പിന്നെയും തനിക്ക് പറയാൻ പറ്റും, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. It is possible that he was writing this in the dungeon on a cold floor with his feet and his arms, his hands were in chains, and writing that rejoice in the Lord, always rejoice. ഒരു ഓവർഫ്ലോയിങ് ജോയ് പ്രകടിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യൻ. And here's a Christian who's showing the overflowing joy. എത്ര നല്ലൊരു സാക്ഷ്യം അല്ലേ? And what a testimony. ആ പുഞ്ചിരിയും ആ സ്നേഹം സ്ഫുരിക്കുന്ന മുഖഭാവവും എല്ലാം, അല്ലെങ്കിൽ ഒരു ഉത്തേജനം, കർത്താവിനെ ആരാധിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ കാണുന്ന ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് തന്നെ എന്തൊരു വലിയ സാക്ഷ്യമാണെന്നറിയാം. What a glorious testimony is to have that joy, being encouraging others to go through those even when he was dealing with those difficulties, he was writing and encouraging others. ഇന്ന് രാവിലെ ബൈബിൾ സ്റ്റഡി സമയത്ത് ബഹുമാന്യ കർത്തൃദാസൻ അതിനെക്കുറിച്ച് പറയുവാനിടയായി. And this morning also we heard that അങ്ങനെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മഹത്വം കരയട്ടെ. And people should see your good works and praise our Father in heaven. എത്ര പേർക്കറിയാം ലോകം നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ മുഖഭാവം. How many of you know the world is observing our face and how we deal with things? സഭയിലുള്ളവർ മാത്രമല്ല, Not only people in church. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴും ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോഴും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. As we are in the restaurants, in the marketplace, grocery stores, wherever you are, others are observing us. ഒരു പുഞ്ചിരിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, ആളുകളെ നേരിടുവാൻ, ആളുകളെ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. Are you able to approach people with a smile on your face and have the joy of ഒരു ഓവർഫ്ലോയിങ് ജോയോടെ ജീവിക്കുന്ന എത്ര How പേരുണ്ട്? many of you live their daily life with an overflowing joy? കൈവക്കാൻ ഞാൻ പറയുന്നില്ല, I'm not asking you to raise your hand. കാരണം വളരെ കുറച്ച് കൈകളെ കാണുവോളെന്ന് And I എനിക്കറിയാം. know that only very few hands will come. നമ്മളെല്ലാം ഡൗൺ ആൻഡ് സാഡാ, ഭയങ്കരമായിട്ട് പലപ്പോഴും ഏറ്റവും മ്ലാനവദനരായിട്ടായിരിക്കും. Oftentimes we are doom and gloom and have sad faces. വളരെ മോശമായിട്ടുള്ള ഒരു ടെസ്റ്റിമണി അത് ദൈവരാജ്യത്തിന്. And that is not a good testimony for the kingdom of അതുകൊണ്ട് ഈ God. വചനത്തിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പുഞ്ചിരിക്കാനുള്ള തീരുമാനം എടുത്തോണം. And so as you are listening to the word of God, you should have a smile and be prepared to smile. ഔട്ട് ഓഫ് പ്ലേസിൽ പുഞ്ചിരിക്കണമെന്ന് ഞാൻ I'm പറയുന്നില്ല, not saying smile when it is inappropriate. എന്നാൽ മായിച്ചു കളയാൻ മേലാത്ത ഒരു പുഞ്ചിരി, ഒരു സന്തോഷം നമ്മുടെ But you മുഖത്തുണ്ടാകട്ടെ. should have a joy on your face that cannot be wiped away at any time. അതെങ്ങനെയാ തുടങ്ങുന്നത്? How does that start? 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. And we're going to talk about chapter 1 verse 3 through 11. അത് പൗലൂസ് എങ്ങനെയാണ് അത് സൂക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം. So let us look at how Paul kept that joy. ഒന്നാമത്തെ കാര്യം, ഈ സന്തോഷമുള്ള മുഖം ഉണ്ടാകണമെങ്കിൽ നന്ദി ഉണ്ടായിരിക്കണം. So the first thing that you want a happy face or joyful face to be thankful. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? All of you here. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ, ഹൃദയം ഉണ്ടെങ്കിലേ സന്തോഷമുള്ള മുഖം ഉണ്ടാകത്തുള്ളൂ. Only if you have a thankful heart, then you will only have a joyful face. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Verse 3 through 5. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. I thank my God every time I remember you. In all my prayers for all of you, I always pray with joy
because of your partnership in the gospel from the first day until now, being confident of this, that he who began a good work in you will carry it into completion until the day of Christ Jesus. സന്തോഷം വാസ്തവത്തിലുള്ള നിലനിൽക്കുന്ന സന്തോഷം എവിടെയാ തുടങ്ങുന്നതെന്നറിയാമോ? Where does everlasting joy start? ഒരു നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നാ തുടങ്ങുന്നത്. It starts from a thankful heart. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയമുണ്ട്? How many of you have a thankful heart? ഒരു പക്ഷേ ദൈവത്തോട് നന്ദിയുണ്ടെന്ന് നമ്മൾ പറയുമായിരിക്കും. You may be saying that I am thankful to God. എന്നാൽ മനുഷ്യരോട് നന്ദിയുള്ളവർ എത്ര പേരും? How many of you are really truly thankful to people? നമ്മൾ എങ്ങനെ നന്ദി കാണിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. The word of God tells us how we should show thanks. ഈ സഹോദരൻ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എൻ്റെ പ്രസംഗത്തെക്കാൾ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നന്ദിയോടെ എങ്ങനെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റും? How can I remember a pastor who preaches a great sermon better than I can translate? How can I be thankful to him? അത് സത്യമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നമുക്ക് നന്ദിയോടെ ഓർക്കാൻ ഒരുപാട് പേരുണ്ടല്ലേ? There are many things we can be thankful for. ഈ ജീവിതയാത്രയിൽ നമ്മെ സഹായിച്ച് എത്ര ആളുകളുണ്ട്. How many people we have in our life journey that people have helped us. ഇതുവരെ നമ്മൾ വന്നെങ്കിൽ അനേകർ നമ്മളെ കൈപിടിച്ച് നടത്തിയത് കൊണ്ടാണ്. We have come this far because others have helped us. വീണു പോകുമെന്നും ഇല്ലാതെയാകുമെന്നും നമ്മൾ ഓർത്ത സമയങ്ങളുണ്ട്. There were times we thought our life would end. There were times like that. എന്നാൽ നമ്മെ ഉത്സാഹിപ്പിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ നിന്ന അനേകരുണ്ട്. There are many who stood beside us to encourage us, equip us to walk that journey with us. Hallelujah. 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 ദിവസം തോറും നമ്മെ സഹായിച്ച, നമ്മെ അനുഗ്രഹിച്ച ചിലരെയെങ്കിലും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? Can you remember few people on your daily journey, that those who helped us to bring us this far? കിടക്കാൻ പോകുന്നതിന് മുമ്പേ കർത്താവേ ഇന്നാർക്കുമായി സ്തോത്രം. Before you go to bed, thanking God for such and such person. അവരുടെ ആ വാക്കുകൾക്കായി സ്തോത്രം. Thank you for their encouraging words. അവരെന്നെ സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം. Thank you for their help in my life. നമ്മളൊരു നന്ദിയുള്ള ഹൃദയമുണ്ടോ നമുക്ക്? Do you have a thankful heart? ഹല്ലേലൂയ. Hallelujah. ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും എനിക്കറിയാം, എന്നെ സഹായിച്ചവരെ ആ കാര്യം മാത്രം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. And regardless of what people do, and the only thing that comes to my mind is often what people done for me. ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം അനേകര് അല്ല, നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചത് കൊണ്ടാണ്. The reason I'm standing here is not only many people, maybe some of you, എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. because you stand with me. ആ സൗണ്ട് ബൂത്തിൽ ആ സഹോദരങ്ങൾ വളരെ സമർപ്പണത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. Because those people in the sound booth, those brothers and sisters are committed to what they're doing. Worship teams ഇവിടെ വളരെ ഡെഡിക്കേഷനോടെ പ്രിപ്പയർ ചെയ്ത് എന്ന് പാടുന്നതും ശുശ്രൂഷിക്കുന്നതും കൊണ്ട്. Because the worship team are committed and practice and dedicated to what they're doing. എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യുവാനും ഒരുമിച്ച് നിൽക്കുവാനും ദൈവദാസന്മാര് നിൽക്കുന്നത് കൊണ്ടാണ്. Because there are people, brothers and sisters, who are standing with me in the service of the Lord. കൂട്ടായ്മയുടെ വലങ്കരം നിങ്ങളൊക്കെ തരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. Because your right hand of fellowship that I enjoy, and that is why I'm standing. എൻ്റെ സ്വന്തം ശക്തിയിലല്ല. I am standing is not in my own strength. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ അവരോട് പറയുകയാണ്, Apostle Paul, as he's writing to the Philippians, he's saying, നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ സ്തോത്രം ചെയ്യുക. I thank God every time I remember you. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. In all my prayers I think of you and rejoice. നിങ്ങളുടെ കൂട്ടായ്മയെ ഞാൻ ഓർക്കുകയാണ്. I think about your fellowship. സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ എന്നോട് കൂടെ നിന്നതിനെ ഓർക്കുകയാണ്. And your partnership in preaching the gospel, I remember that. ഹല്ലേലൂയ. Hallelujah. ആളുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. And he is rejoicing and thinking about the people in his കർത്താവ് life. ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു റിസോഴ്സ് ആകട്ടോ. That is a resource God has given us. നമുക്കൊക്കെ ഏകരായിട്ട് ഇത് ചക്രം ചവിട്ടി തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് കർത്താവ് വെക്കത്തില്ലായിരുന്നു. And God will not give us this opportunity if we are able to do all this thing alone. ഈ സഭകളും കൂട്ടായ്മയും എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്കത് ആവശ്യമായതുകൊണ്ടാണ്. God has placed us church and fellowship in these for these reasons. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാമായി നമുക്ക് ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. So for all those people who influence us, let us praise God. Hallelujah.
അപ്പം പൗലോസ് ആരംഭിക്കുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡിലാണ്. So Paul starts with the word in the heart of gratitude. യുനോ നമ്മളൊരു കലണ്ടർ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. Let us assume we have a calendar on our table. അതിൽ നമ്മുടെ ചെയ്യേണ്ട എറാൻസ്, ഡെഡ് ലൈൻസ്, ഡെയിലി നമ്മുടെ സ്കെഡ്യൂൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. And it has all the deadlines and daily schedule of what we ought to do. അപ്പോൾ ഒരു മാസത്തിലെ ഒരു ബോക്സ് മാത്രം നമ്മൾ എഴുതിയിട്ടുണ്ട് ജോയ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം. In that calendar there's one day that you written joy. സാധാരണ റീസ്കെഡ്യൂൾ ചെയ്ത് മാറ്റി വെക്കുന്ന ഏതായിരിക്കും എന്നറിയോ? You know what is something that you reschedule often? ബാക്കി എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. We'll continue to do everything that's on the calendar. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മാത്രം നമുക്ക് കഴിയാതെ പോകും. But oftentimes we fail to praise God with joy in our heart. സന്തോഷത്തോടെ മറ്റുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് കഴിയാതെ പോകും. Also we often fail to celebrate others with joy. ജോയ് ഉണ്ടാകുന്ന ഫ്രീ ടൈം ഉണ്ടാകുമ്പോഴല്ല. Joy doesn't happen when we have free time. ആ ജോയ് ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബലം നൽകുന്നത്. Joy is the one gives us strength to move forward. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നതിനെ എന്ത് പറഞ്ഞുകൊണ്ടാ? നന്ദിയുള്ള ഹൃദയത്തോടെ അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. And Apostle Paul starts this saying with a grateful heart and a thankful heart. തന്റെ ബന്ധനങ്ങളിൽ വേണമെങ്കിൽ ശ്രദ്ധ ചെലുത്താമായിരുന്നു. He could have been focused on his bondage. ആ പ്രിസൺ വാൾസിനെ കുറിച്ച്, കാരാഗൃഹത്തിന്റെ ആ തണുത്ത പ്രതലത്തെ കുറിച്ച് പരാതി പറയാമായിരുന്നു. He could have complained about the cold surface and the walls of the dungeon. പക്ഷേ അവിടെ കിടക്കുമ്പോഴും പൗലോസിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. But even in that situation his heart was full of joy. പരാതികളെ കൊണ്ടല്ല നിറഞ്ഞിരിക്കുന്നത്, Not full of complaints. നന്ദി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. His heart was full of gratitude. ഹല്ലേലൂയ. Amen. ഇയ്യോബ് വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്. Job went through great difficulties in his life. He says one ഞാൻ thing. രാത്രിയിലെ സ്തോത്രഗീതം ഓർക്കുന്നു. I remember those praise songs that I sing. നമ്മുടെ രാത്രികളിൽ, നമ്മൾ ഏകാന്തതയിൽ, പ്രയാസങ്ങളിൽ, കഷ്ടങ്ങളിൽ, വലിയ വേദനകളിലായാലും നമ്മുടെ സ്തോത്രഗീതത്തിന് അവസാനമില്ല. And even though we go through great trials and pains in the middle of the night, but our praising God should never cease. നോക്കുമ്പോഴെല്ലാം കാണുന്നത് ഹെൽപ്പ് ചെയ്യുന്നവരെയാ. And everywhere he sees people who helped him. നോക്കുമ്പോഴെല്ലാം കാണുന്ന ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് തന്നിട്ടുള്ളവരെയാ. And when you look around you see somebody who has given at least a glass of water. നോക്കുമ്പോഴെല്ലാം കാണുന്നത് നമ്മെ ഒരു വാക്കുകൊണ്ടെങ്കിലും ധൈര്യപ്പെടുത്തിയിട്ടുള്ളവരാ. When you look around you see people at least by a word that they encouraged you. പിന്നെ എന്തിനെ കുറിച്ചായി കംപ്ലൈന്റ് പറയുന്നത്? So what can you complain about? എന്താണ് നമ്മുടെ പരാതി? So what is our complaint? നന്ദി നിന്ന ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകണം. And we should be able to thank God with a grateful heart. ഹല്ലേലൂയ. Amen. നമ്മൾ തീരുമാനിച്ചോണം, ഇന്ന് എന്നെ കേൾക്കുന്നവർ, ഞങ്ങളെ കേൾക്കുന്നവർ തീരുമാനിച്ചോണം. And as you listening to us, remember. ഈ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് സന്തോഷം തികട്ടി വരാൻ ഇടയാകത്തക്കവണ്ണമാണോ നമുക്ക് ജീവിക്കേണ്ടത്? And we should live our daily life as this joy comes abundantly overflowing from our heart. അതോ പരാതികൾ നിറച്ചു വെച്ച് നമുക്ക് ജീവിക്കണം? Or you going to live your life full of complaints? ഒരു വലിയ റേസിന് ഓടുന്ന ആളുകൾ, People who run a race, വലിയ ഇമോഷണൽ ബാഗേജ് ഹെവി ആയിട്ടുള്ളത് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വഹിച്ചുകൊണ്ടാണ് ഓടുന്നത്. and let's assume that they're carrying a heavy baggage, an emotional baggage. ഒരാളുടെ ബാഗിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രഡ്ജസ്. And somebody has this baggage named grudges. ഒരാളുടെ ബാഗേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിറ്റർനെസ്. And somebody else has bitterness written on it. ഒരാളുടെ ബാഗേജിൽ എഴുതിയിട്ടുണ്ട് റിഗ്രറ്റ്സ്. As somebody else has regrets written on it. ഒരാളുടെ മാത്രം ലഗേജിൽ ഒരു ലൈറ്റ് ബലൂൺ പോലെയുള്ളതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ്. And somebody else had a lighter load that said gratitude. നമ്മുടെ ട്രാവലിന്റെ ഏറ്റവും വലിയ കംഫർട്ടിന്റെ രഹസ്യം എന്താണെന്നറിയോ? You know the comfort, the reason of your comfort of your travel? Less luggage, more comfort. And less luggage and more comfort. ഈ ഹെവി ബാഗേജുമായിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രഡ്ജസ്, റിഗ്രറ്റ്സ്, ബിറ്റർനെസ് എല്ലാം ആയിട്ട് പോവുകയാ. And oftentimes we travel with this bitterness and grudges and heavy baggage. ഒരു സിമ്പിൾ ബലൂൺ മതി അല്ലേ? All it takes is something as light as a balloon. ഗ്രാറ്റിറ്റ്യൂഡ്. Gratitude is all you need. എവിടെയും എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം. We should have a heart that is always willing to give thanks and show gratitude. നന്മ കണ്ടെത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം. A heart that looks for the good in others. അത് നമുക്കുണ്ടോ? Do we have that?
നന്ദിയുടെ വാക്കാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? Just our walk, the words that comes out of mouth is out of gratitude. Count your blessings, name them one by one. അനുഗ്രഹങ്ങൾ എണ്ണി ജീവിക്കാൻ നമുക്ക്. We should count our blessings on a daily basis. നമ്മൾ ഒരുപാട് കമ്പാരിസനും ഒരുപാട് വെറുപ്പും വിദ്വേഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വെച്ച് നമ്മുടെ ജീവിതവും ഇല്ലാതെയായി മറ്റുള്ളവരെ നശിപ്പിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാത്തവരായിട്ടൊക്കെയാണോ നമുക്ക് ജീവിക്കേണ്ടത്? Should we live our lives thinking about all the things that gone wrong and our life is miserable and making others miserable? അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ joy will start multiply. When you start counting your blessings, our joy will multiply. എത്ര ആരോഗ്യം ഉണ്ടാവുമെന്നറിയാമോ? And you know how healthy that is. ഈ ഒരുപാട് അസുഖങ്ങൾ അന്നേരം തന്നെ മാറും. Many of your sickness will go away when that happens. ഏതെല്ലാം അസുഖങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. I'm not going to say what kind of sickness. നമ്മുടെ ഇമോഷണൽ ബാഗേജ് ശരിയാകുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് When മാറ്റും. your emotional baggage is in the right place and many of your sickness will കർത്താവ് go away. അതുകൊണ്ടാണ് പറഞ്ഞു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. That is why the Lord said, do not be concerned about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. In every situation, bring your supplications and your request to God with prayer. ഹല്ലേലൂയ ഹല്ലേലൂയ. Begin with gratitude. നമുക്ക് നന്ദിയോടെ ആരംഭിക്കാം. We need to start our day and our life with gratitude. രണ്ടാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. Second thing Apostle Paul says. അദ്ദേഹത്തിന്റെ സന്തോഷം എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? Where does his joy comes from? ദൈവത്തിലുള്ള മാറ്റമില്ലാത്ത മാറ്റം വരാത്ത ആശ്രയത്തിൽ നിന്ന്. In unchanging desire to depend and trust God. എന്താണ് ആശ്രയം എന്നറിയാമോ? Do you know what depend on or trust means? ദൈവത്തിന്റെ പ്രോസസ്, ദൈവത്തിന്റെ പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആശ്രയം. The assurance that God will continue to do his work in my life. നാലാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. He says, I am confident that he who began a good work in you will carry it to completion. ഇത് ആരുടെ കയ്യിലായിരിക്കുന്നത്? Whose hand is this in? എന്റെ കയ്യിലല്ല. It is not in my hand. എന്റെ എഫേർട്സിലും അല്ല. It is not in my efforts. എന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചവനുണ്ട്. There is a one who started that good work in me. ആ പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാ. He will continue and he is continuing that. അത് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുന്നവനായ ഒരു കർത്താവ്. He is going to bring it to completion until the day of Christ Jesus. ഹല്ലേലൂയ. Hallelujah. നമ്മളത് സ്വയം ഏറ്റെടുത്ത് കഴിയുമ്പോഴായി When പ്രശ്നമില്ല. we take that responsibility on, that's when we screw things up. നമ്മളിൽ പ്രവൃത്തി തുടങ്ങിയവനായ ദൈവം, The God who worked that in our life, നമ്മെ വിളിച്ചിറക്കിയവനായ the ദൈവം, one who called us, അവൻ തന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നവൻ തന്നെ. and he will definitely complete that work in you. ഒരു മനുഷ്യൻ ഈ പസിലിന്റെ പീസസ് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. The man who was putting the scrambled puzzle pieces together. അപ്പൊ ഒരെണ്ണം മാത്രം കിട്ടുന്നില്ല, ഒരു പീസ് മാത്രം കിട്ടുന്നില്ല. So one of the pieces was missing as he was putting it. ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയി, വളരെ പ്രയാസത്തിലായി. ഈ ഒരു പീസ് മാത്രം എവിടെ പോയി? So he was really frustrated and obsessed that where does the piece go? അപ്പോഴവസാനം കണ്ടു അവരുടെ പൂച്ച ആ ഒരു പീസുമായിട്ട് മാറി നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. And so the cat was playing with this piece that was missing. ചില സമയത്ത് നമുക്ക് തിരിച്ചറിയത്തില്ല, നമുക്ക് ഈ പീസ് കിട്ടുന്നത് വരെ, ആ ഒരു നഷ്ടപ്പെട്ട ഭാഗം കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ പ്രയാസത്തിലാ. So until we get that, something that is lost, we are so frustrated. എന്നാൽ പൗലോസിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. Paul had a confidence. ഞാൻ കൈസരുടെ ഈ ബന്ധനത്തിൽ, റോമ കൈസരുടെ ബന്ധനത്തിലായാലും, Even though I am by the Roman Caesar, I was in this dungeon. യഹൂദന്മാരെല്ലാം എന്നെ വെറുത്താലും, all the Jews people come against me, മറ്റുള്ള പലരും എന്റെ കൂടെ നിന്നില്ലെങ്കിലും, even though people not associate with me, എനിക്കൊരു ധൈര്യമുണ്ട്. but I have a confidence. ക്രിസ്തുവിൽ നമ്മിലൊരു പ്രവൃത്തിയെ തുടങ്ങിയവൻ, the one who started the good work in us, യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. he will carry it into completion until the day of Christ Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. ആ മിസ്സിംഗ് പീസിനെ കുറിച്ച് ആരെയും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് So രാവിലെ? who is worried about the missing piece? ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ മിസ്സിംഗ് പീസ് കിട്ടുന്നില്ല. I try very hard, I don't understand that missing piece. ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവനുണ്ട്. There is a one who understands that missing piece and he is doing something behind the scenes.
എത്ര പ്രായമായാലും നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, God is not finished with me yet. Regardless of how old you are, you need to continue to say to yourself, God is not finished with me yet. 60 വയസ്സായി പാസ്റ്ററെ, 70 വയസ്സായി, 80 വയസ്സായി, ഇനി എന്താണെന്ന് ആരും പറയരുത്. Nobody say that I'm 60 or 70 or 80 years old. ദൈവം എന്നിലുള്ള പ്രവൃത്തിയെ അവസാനിപ്പിച്ചിട്ടില്ല. God has not done his work in my life. അവൻ ആരംഭിച്ച പ്രവൃത്തി എന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. The work that he has finished in my life, he is continuing. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? So God is very unique in one way. ഹാഫ് വേ ത്രൂ അവൻ തുടങ്ങിയ ഒരു കാര്യം ഇട്ടേച്ചു പോകത്തില്ല. He is not one that leave you halfway. ദൈവത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. God has never done that. He will never do it. മനുഷ്യർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. Men has done that. എന്നാൽ ദൈവം എന്തു തുടങ്ങിയോ അത് അവൻ അവസാനിപ്പിക്കുന്ന ദൈവം. God has whatever he started, he will bring it to fruition. അത് പൂർത്തീകരണത്തിലേക്ക് നടത്തുന്നവനായ ദൈവം. He will bring it to completion. That is the God that we serve. അതിനെതിരായിട്ട് എന്തെല്ലാം പോരാടിയാലും, regardless of what comes against that plan. ഹല്ലേലൂയ. Amen. കർത്താവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? You know what the Lord said? ഞാൻ എൻ്റെ സഭയെ പണിയും, I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. The gates of hell shall not prevail against it. പാതാളത്തിന്റെ ഗോപുരങ്ങളും മീതെ ഉള്ളത്, അല്ല ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, താഴെയുള്ളത് എല്ലാം പോരാടിക്കൊണ്ട് നിൽക്കുകയാണ്. All the obstacles that comes against, whether it's on this earth or under the earth, that none of them shall prevail. എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് ധൈര്യമുണ്ട്. But there's one thing we can be assured of. കർത്താവാണ് ആരംഭിച്ചതെങ്കിൽ, if he started the work, അത് അവസാനത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ കഴിവുള്ളവൻ. he is able to bring it to fruition. ഹല്ലേലൂയ. Amen. സ്തോത്രം ചെയ്യാമോ? Hallelujah. Can you Hallelujah. Hallelujah. നമ്മുടെ ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പറയാം, and let us look at our own lives and say, എന്റെ ജീവിതത്തിൽ അവന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. his work is not completed in my life. അവന്റെ പ്രവൃത്തിയെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നവനായ ദൈവം. I serve a God who is able to bring it to completion. കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് മഹത്വം Let us കരേറ്റാം. raise our hands and praise God. ഹല്ലേലൂയ. Hallelujah. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? Have you ever gone to a house under construction? എല്ലാരും കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ? I know many of you have. അപ്പം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. And the work is only in the process. റെനോവേഷൻ ആകട്ടെ, പുതിയ വീടിന്റെ പണിയാകട്ടെ, whether it's a renovation or a new building. എന്തൊക്കെയാ അവിടെ കാണുന്നത്? So what do you see in those places? മലിന വസ്തുക്കൾ, അല്ലെങ്കിൽ ഡസ്റ്റ്, പൊടിയുടെ കൂമ്പാരം, അഴുക്ക്, അല്ലെങ്കിൽ ലൂസ് വയേഴ്സ്, പെയിന്റ് ബക്കറ്റ്സ്, എന്തൊക്കെയാ അവിടെ കാണാത്തത്? You will see all kinds of building materials, loose paint and dirt and dust and all those things. എവിടെ നോക്കിയാലും കെയോസ് മാത്രമേ ഉള്ളൂ. All you see is chaos. ഫിനിഷ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളത് ഒന്നും അവിടെ കാണാനില്ല. You will not see anything completed. എന്നാൽ മനോഹരമായത് ഒന്ന് കണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്, ഒരു ആർക്കിടെക്ട് ഉണ്ട്, ഒരു കോൺട്രാക്ടർ ഉണ്ട്. But there is an architect who has already envisioned what is something beautiful at the end. ആ എഞ്ചിനീയറിന് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് കോൺട്രാക്ടർക്ക് അറിയാം എന്താ വരാൻ പോകുന്നത്. So the engineer or the architect or the contractor know what is to come. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം. And that is how our life is. ഇതുവരെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. We don't know what the finished product look like. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലർക്കും അറിഞ്ഞുകൂടാ. None of us here know what the finished എന്നാൽ പ്രവൃത്തി ആരംഭിച്ചവൻ അറിയാം. But the one who started the good work in us ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്തായിരിക്കുമെന്ന് അവൻ അറിയാം. He knows what the finished product look like. നമ്മെ എന്താക്കി തീർക്കണമെന്ന് അവൻ അറിയാം. He knows how to do what we ought to do in our lives. അതുകൊണ്ട് ഇപ്പം ജീവിതത്തെ നോക്കിയിട്ട് ഇതൊരു മെസ്സാണല്ലോ എന്ന് ഓർത്ത് ആരും പ്രയാസപ്പെടണ്ട. So don't worry about you looking at your life, it is a mess. ഒരു കൺസ്ട്രക്ഷൻ സോൺ പോലെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇപ്പം കിടക്കുന്നത്. Your life is like a construction zone. എന്നാൽ ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചവനായ ദൈവം, but the one who started that good work in you, അവൻ ആരംഭിച്ചത് അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. the one he finished that work in you, he will bring it to completion. Hallelujah, hallelujah, hallelujah. Don't lose our joy in the middle of the mess. ആ മെസ്സിന്റെ നടുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നോക്കുമ്പോ ഒരു മെസ്സ് മാത്രമേ കാണാനുള്ളൂ. All you see is a mess all around you. അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. Because of that I'm not able to rejoice. അതിലങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. You are focused on the mess. ഈ മെസ്സ് എല്ലാം കാണുമ്പോഴും പ്രവൃത്തി ആരംഭിച്ചവനെ ഓർത്തോണം. And as you see the mess, know that somebody who started that good അവന്റെ work, കരം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് know that his ഓർത്തോണം. hand is still working on your behalf. Hallelujah, hallelujah. He is still working on me to make me
what I am to be. Amen. Amen. Thank you, Jesus. അപ്പോൾ എവിടെയായി ഈ യഥാർത്ഥ സന്തോഷം തുടങ്ങുന്നത്? So where does the true joy happen or start? നന്ദിയുള്ള ഹൃദയത്തിലാണ്. When you have a grateful heart. എങ്ങനെയാണ് ഈ സന്തോഷം നമുക്കുണ്ടാകുന്നത്? How do we create this joy? ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ്. When we trust in the work of our Lord. മൂന്നാമത്തെ കാര്യം 7-8 വാക്യങ്ങൾ. And the third thing is verse 7 and 8. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. We're going to end soon. This joy is sustained by the affection of Jesus. യേശുവിന്റെ ആ affection കൊണ്ടാണ് ഈ joy നമ്മൾ sustain ചെയ്യുന്നത്. മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ചില വാക്യങ്ങളായിരുന്നു. There are some difficult words to understand. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ പറയുക, And Apostle Paul is writing to the Philippians. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. 8-ാം വാക്യം, ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. It is right for me to feel this way about all of you, since I have you in my heart, and whether I'm in chains or defending and confirming the gospel, all of you share in God's grace with me. God can testify how long for all of you with the affection of Christ Jesus. പൗലോസിന് ഈ വലിയ സന്തോഷം എവിടെ നിന്ന് ഉണ്ടായെന്നറിയാം? So where did this great joy Paul has come from? ഒരു ക്രൈസ്റ്റ് ഷേപ്ഡ് അഫെക്ഷൻ, ക്രിസ്തുവിന്റെ ആർദ്രതയോടെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നു. And he is thinking of all of you with a Christ shaped affection. മാനുഷികമായിട്ടുള്ള ഫീലിംഗ്സ് ആണ് മാറിപ്പോകും കേട്ടോ. And our human feelings will change. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഫീലിംഗ്സിനെ കുറിച്ചല്ല. Apostle is not talking about feelings. നമുക്ക് പലപ്പോഴും പലരോടും ഫീലിംഗ്സ് ഉണ്ടാകാറുണ്ട്. We have feelings towards many people. നല്ല ഫീലിംഗ്സ് ഉണ്ടാകാറുണ്ട്. Good feelings. എന്നാൽ അങ്ങനെയുള്ള ഫീലിംഗ്സ് എല്ലാം മാറിപ്പോയി. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട് അതിന്. All those feelings like we talked about has expiration dates. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ നിങ്ങളെ കാണുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. So Paul is saying that I want to see you with the compassion of Christ. ഡീപ്പസ്റ്റ് ഇമോഷനെ കുറിച്ച് പൗലോസ് പറയുന്നു. Paul is talking about the deepest emotion. ഗട്ട് ലെവൽ കമ്പാഷൻ എന്നാണ്. He's talking about the gut level compassion. അല്ലാതെ ഉപരിതലത്തിലുള്ള ഒരു ഫീലിംഗിനെ കുറിച്ചല്ല He's പറയുന്നത്. not talking about a superficial feeling. പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവജനത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ക്രിസ്തുവിന്റെ ആർദ്രത തന്നിൽ നിറയുകയാണ്. And so as Paul is remembering the believers in Philippi, he's talking about having the mind of Christ. സന്തോഷം എവിടെയാ വർദ്ധിക്കുന്നതെന്ന് അറിയാമോ? Do you know where joy is multiplied? സന്തോഷം എവിടെയാ നിലനിൽക്കുന്നതെന്ന് അറിയാമോ? Do you know where joy is sustained? ക്രിസ്തുവിന്റെ ആർദ്രത നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോഴാണ്. When the heart of Christ comes into our lives. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ്. When the love of Christ is overflowing. പൗലോസ് പറയുന്നു, നിങ്ങളെ എനിക്ക് കാണുവാൻ വാഞ്ചയുണ്ടെന്നല്ല പറയുന്നത്. Paul is not saying I want to see you. ക്രിസ്തുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. And I am looking or longing to see with the affection of Jesus ഞാൻ നിങ്ങളെ Christ. എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. I am carrying you in my heart, he says. സന്തോഷം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ മുന്തി വരണം. If you want to have joy, you need to be overflowing with the affection of എഫെസ്യർ ലേഖനത്തിൽ Jesus Christ. പറയുന്നില്ല, എൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്ന് അറിയേണ്ടതിന്. And it says that we need to understand the depth and the height and the width of that affection. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ നിറയുന്നു. As the joy of the Lord is in us, നമുക്ക് സന്തോഷത്തോടെ ജീവിപ്പാൻ we കഴിയും. will be able to see live the joyful life. നമ്മുടെ ഇടപാടുകളിൽ സന്തോഷം ഉണ്ടാകും. And we will see that in our dealings. ഞാൻ വാക്കുകൾ വളരെ പെട്ടെന്ന് We're അവസാനിപ്പിക്കും. going to conclude very fast. അപ്പൊ നമ്മുടെ സന്തോഷം വളരുന്നത് എവിടെയാണെന്ന് അറിയാമോ? So where does our joy grow? യഥാർത്ഥ സ്നേഹമുള്ളിടത്താ. Only where true love is. നമുക്ക് സന്തോഷമില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ സന്തോഷവും ഇല്ല. If you do not have love in your heart, then you cannot have joy. ഇവിടെ ഉണ്ടോ? Are you here? നമുക്ക് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ സന്തോഷിക്കാൻ If പറ്റത്തില്ല. you don't have the love of God in your heart, then you cannot മുമ്പേ പറഞ്ഞ പോലെ have joy. എക്സ്പ്രഷൻ ഡേറ്റ് ഉള്ള സന്തോഷം മാത്രമേ കാണൂ. Only have the happiness in your life. എന്നാൽ യഥാർത്ഥ ദൈവസ്നേഹം നിറഞ്ഞു വരികയാണെങ്കിൽ But if that joy is overflowing in your heart, ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പറ്റും. in every situation you can be joyful. You know, bitterness drains our joy. Bitterness നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്. എന്നാൽ forgiveness restores it. നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോൾ അത് റിസ്റ്റോർ ചെയ്യുന്നതാണ്.
അതുകൊണ്ട് നമ്മുടെ ഈ ഉള്ളിൽ ആരും ദയവായിട്ട് ബിറ്റർനെസ് So വെച്ചോണ്ടിരിക്കും. I pray that none of you hold bitterness in your heart. നമ്മുടെ സഹോദരങ്ങൾക്കെതിരായി, നമ്മുടെ സഭാജനങ്ങൾക്കെതിരായി, ഭവനത്തിലുള്ളവർക്കെതിരായി, Against ജോലി സ്ഥാനത്തിലുള്ളവർക്കെതിരായി നമുക്ക് ബിറ്റർനെസ് വെക്കാൻ അവകാശമില്ല. We have no right to hold bitterness towards our brothers in the church or our community or people that we work with. അപ്പൊ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. So if you want to have joy, then you need to be delivered from all this bitterness. ഹല്ലേലൂയ. Amen. Joy in every season. എല്ലാ സീസണിലും നമുക്ക് സന്തോഷം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ I അവസാനം. want to conclude with one more thing. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Verse 9 through 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. And this is my prayer, that your love may abound more and more in knowledge and depth of insight, so that you may be able to discern what is best and may be pure and blameless for the day of Christ, filled with the fruit of righteousness that comes through Jesus Christ, to the glory and praise of God. അപ്പോൾ സന്തോഷവും ക്രിസ്ത്യൻ ഗ്രോത്തുമായിട്ട് ചേർന്ന് കിടക്കും. So the joy and Christian growth is connected. വളർച്ച മുരടിച്ച് ഒരുപാട് പേരുണ്ട്. There are people who are dwarfed and don't grow anymore. ഫിസിക്കൽ ഗ്രോത്തിനെ കുറിച്ചല്ല ഞാൻ I'm പറയുന്നത്. not talking about physical growth. ആത്മീക വളർച്ചയെ കുറിച്ചാണ് I'm പറയുന്നത്. talking about spiritual growth. ആത്മീക വളർച്ച മുരടിച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. There are many believers who are spiritual growth is dwarfed. അത് മുരടിച്ച് കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്ന് അറിയാമോ? You know why they are stunted in their spiritual growth? നമുക്ക് തന്നെ സന്തോഷിപ്പാൻ കഴിയാതെ പോകും. Because you are not able to be joyful. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്ന. And these things coincide. ആത്മീക വളർച്ച ഉണ്ടാകുന്നു, Spiritual growth is happening, കർത്താവിൽ സന്തോഷിക്കുന്നു. and be rejoicing in the Lord. കർത്താവിൽ സന്തോഷിക്കുന്നു, Rejoicing in the Lord. ആത്മീക വളർച്ച ഉണ്ടാകുന്നു. Spiritual growth is ഇത് happening. രണ്ടും കൂടെ ചേർന്നാ പോകുന്നത്. And these coincide. ഇതിൽ ഒന്നിന് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. One of these cannot exist on its own. സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആത്മീക വളർച്ചയും If you ഉണ്ടാകും. are rejoicing, then you are spiritually ആത്മീക growing. വളർച്ചയുണ്ടെങ്കിൽ നമ്മള് സന്തോഷിക്കുകയും If you ചെയ്യും. are spiritually growing, then you will be rejoicing. സ്തോത്രം. Hallelujah. അതിന് സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെട്ടല്ല. So circumstances does not influence that. ഹബക്കൂക്ക് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞു. And the prophet Habakkuk is saying, നിങ്ങൾ ഹബക്കൂക്കിന്റെ പുസ്തകം വായിച്ചു നോക്കണം. 1-ാം അധ്യായത്തിൽ മുഴുവൻ ചോദ്യങ്ങളാണ്. so if you read the book of Habakkuk in chapter 1, there's a lot of questions. ഹബക്കൂക്ക് ചോദിക്കുന്ന കർത്താവേ എത്രത്തോളം? And Habakkuk is asking, how long, Lord? എന്തുകൊണ്ട് ഇതെല്ലാം Why സംഭവിക്കുന്നു? did all this happen? എന്തുകൊണ്ട് നീ എന്നെ ഇതെല്ലാം കാണുമാറാക്കുന്നു? And why did you make me see all these things? 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹബക്കൂക്ക് പറയുക, In the second chapter, Habakkuk is കർത്താവേ saying, നീ എന്താ എനിക്ക് മറുപടി പറയുന്നത്? ഞാൻ കാത്തിരിക്കുക. Lord, I'm waiting for your response. ദൈവം മറുപടി കൊടുത്ത് അവന്റെ മുമ്പിൽ തന്റെ പ്രവൃത്തിയൊന്നും കാണിച്ചില്ല. God did not show his work in front of him. അവനോടൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. He only said one thing to Habakkuk. തക്ക സമയത്ത് എന്റെ മറുപടി വരും. At the right time, my response will അതുകൊണ്ട് come. നീ കാത്തിരിക്കുക. I wait patiently. അത് സമയം തെറ്റാതെ വരും. And it will not delay, it will come at the right അതുകൊണ്ട് time. 3-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പറയുകയാണ്, In the 3rd chapter, Habakkuk is saying again, അത്തിവൃക്ഷം തളിർക്കുകയില്ല, and the fig tree will not bloom. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, There will not be grapes in the vine. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, And the works of the olive tree will be തൊഴുത്തിൽ wasted. കന്നുകാലികൾ ഉണ്ടാകുകയില്ല, There will not be cattle in the barn. ആട്ടിൻകൂട്ടം എല്ലാം നശിച്ചു പോകും, And all the sheep will be destroyed. നിലമാഹാരം വിളയിക്കയില്ല. The ground will not produce any എങ്കിലും produce. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. Even then I will rejoice in the Lord. അപ്പം കർത്താവിലുള്ള സന്തോഷം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ So അടിസ്ഥാനപ്പെട്ടതല്ല. the joy of the Lord is not bounded by our circumstances. ക്രിസ്തുവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് മൈക്രോവേവ് ചെയ്തുണ്ടാക്കുന്നതല്ല. The joy of the Lord is not something you can നമ്മുടെ microwave. സ്പിരിച്വൽ മച്ചുരിറ്റി, ആത്മീക പക്വത എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് അല്ല കേട്ടോ. Our spiritual maturity is not something is microwave. അതൊരു പ്രോസസ്സാണ്. It is a process. ഞാൻ വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാ. And I have come with so much fervence to work for the Lord. പക്ഷെ മച്ചുരിറ്റി ഇല്ലായിരുന്നു. But I did not have maturity. പല കാര്യങ്ങളും എന്റെ വഴിക്ക് നടക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾ. Many times I was stubborn that I want to do it my way. അവ മച്ചുരിറ്റി ഇല്ലായ്മയുടെ ഭാഗമാണ്. That is a sign of immaturity. നമ്മൾ അനേകർക്കും മച്ചുരിറ്റി ഇല്ല. Many of are immature. കാരണം സ്പിരിച്വൽ മച്ചുരിറ്റി എന്ന് പറഞ്ഞ ഒരു മൈക്രോവേവിനകത്ത് വെച്ച് ചൂടാക്കുന്ന പോലെയല്ല. Spiritual maturity is not something you can microwave. അതൊരു പ്രോസസ്സിൽ കൂടെ കടത്തിവിടും. It is like a process.
എനിക്ക് മനസ്സിലാകാതിരുന്ന പ്രോസസ്സിൽ കൂടെ കർത്താവ് എന്നെ കടത്തി വിട്ടിട്ടുണ്ട്. And God has sent me to many processes that I did not understand. എന്നാൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, When I look back, I understand one thing. എന്നിൽ മച്ചുരിറ്റി കൊണ്ട് ഇപ്പം മുഴുവൻ മച്ചുറായി എന്നല്ല ഞാൻ I'm not saying I'm fully mature. എങ്കിലും ഒരു പക്വതയുടെ യാത്രയിൽ എന്നെ സഹായിച്ചു. And God has brought me to a journey of maturity. ഒരു പ്രോസസ്സിൽ കൂടെ എന്നെ He നടത്തി. is making me go through this process. ഈ സ്ലോ കുക്ക്ഡ് മീൽസും ഇൻസ്റ്റന്റ്ലി മെയ്ഡ് ഫുഡും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? You know the difference between a crock potted meal and a microwave meal. Slow cooked meals use low temperature A slow cooked meal is a very low temperature. and it takes long cooking time. And it takes longer time to cook. എന്നാൽ ഇൻസ്റ്റന്റ് കുക്ക്ഡ് മീൽസ് എന്ന് പറയുന്നത് യൂസ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ But instant, ഫോർ റാപ്പിഡ് കുക്കിംഗ്. you know, the instant meal is a rapid cooking with a short time and high temperature. നമ്മൾ പലരും അത് പ്രത്യേകം അഡ്വർടൈസ് ചെയ്ത് പറയും, ഇത് സ്ലോ കുക്ക്ഡ് മീലാ അല്ലെ മീറ്റാ സെർവ് ചെയ്യാൻ പോകുന്നത്. Some people advertise this as a slow cooked meat. എന്താ പ്രത്യേകത? So what is the significance? Slow cooking food is ideal, especially meat is, tenderizing tough meats എന്ന് പറയും. And slow cook is a process that you tenderize tough meat to bring it to be able to eat. അപ്പോൾ ഈ സ്ലോ കുക്ക് ചെയ്യുന്ന മീറ്റ് അത് that makes dishes and stews that benefit from all day cooking. And so the crock pot meal is something that is marinated and slow cooked all day, and it is very tender and soft. ഓർത്തോണം, നമ്മളിൽ ആർക്കും സ്ലോ കുക്ക്ഡ് ഈ ലൈഫിൽ ഇഷ്ടമില്ല. നമ്മൾ ആഹാരത്തിന് പോകുമ്പോൾ ഇഷ്ടമായിരിക്കും. And we like the slow cooked meal, but none of us have the patience to wait. റാപ്പിഡ് കുക്കിംഗ് ആണ് നമുക്ക് ഇഷ്ടം. Many of us prefer quick and rapid. ഇപ്പം മറുപടി വേണം. We need the response now. ഇപ്പം എനിക്ക് വിടുതൽ വേണം. I need the deliverance now. പക്ഷേ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം കടത്തി വിടുകയാണ്. But God is sending you through a process. ദൈവത്തിനറിയ റാപ്പിഡ് പരിപാടിയിൽ ഇവൻ മച്ചുരിറ്റി ഉണ്ടാകത്തില്ല. And God knows in a rapid thing nothing more maturity happens. ലോങ് ടൈം എടുത്ത് ഇങ്ങനെ കടത്തി വിടുകയാണ്. But He is sending us through this long process. ഹല്ലേലൂയ. Amen. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, Many of you may be questioning that. എന്റെ ജീവിതത്തിൽ എന്തേ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്തത്? Why things are not happening the way I desire. ദൈവം ഒരു പ്രോസസ്സിൽ കൂടെ കടത്തി But വിടും. God is sending you through a process. എത്ര പേര് How വിശ്വസിക്കുന്നു? many of you believe that this എന്നെ morning? നിങ്ങൾ ഒരു പ്രോസസ്സിൽ കൂടെ കർത്താവ് കടത്തി God വിടുകയാണ്. is sending us through a process this morning. ഞാനത് പൂർണ്ണമായിട്ട് I വിശ്വസിക്കുന്നു. truly believe that. എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇനിയും പലത് കർത്താവിന് ചെയ്യാനായിട്ടുണ്ട്. There may be things that you want to accomplish for the Lord. അതുകൊണ്ട് ഒരു പ്രോസസ്സിൽ കൂടെ ഇപ്പോഴും കടത്തി So He വിട്ടുകൊണ്ടിരിക്കുക. is sending me through a process. എന്നാൽ ഒരു കാര്യം എനിക്ക് ധൈര്യമുണ്ട്, But I know one thing for sure. എന്നിലൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ One who began a good work in me, യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ He തികയ്ക്കും. will bring it to fruition until the day of Jesus Christ. ഒരു പാസ്റ്റർ ഒരു സഹോദരി മരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരുന്ന ഒരു സഹോദരിയുടെ അടുത്ത് ചെന്നു. A pastor went to a woman who was dying. വളരെ സിവിയർ പെയിനിലായിരുന്നു, താൻ താമസിയാതെ മരിക്കുമെന്ന് ആ സഹോദരിക്ക് She അറിയാമായി. knew that she was in severe pain. She was going to die very soon. ആ സഹോദരി എന്നാലും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. But this lady had a smile on her face as she was on പാസ്റ്റർ her ആ deathbed. സഹോദരിയോട് ചോദിച്ചു, And pastor asked that lady, ഈ സഹോദരി ഇത്രയും വലിയ വേദനയുടെ മധ്യത്തിലും ഒരു തീർച്ചയില്ലാത്ത ഭാവി ഉള്ളപ്പോഴും എങ്ങനെയാ ചിരിക്കാൻ പറ്റുന്നത്? how can you smile when you know the end is near? How can you continue to do that? ഈ സഹോദരി പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. But the lady said, I know one thing for sure. എൻ്റെ ഉള്ളിലുള്ള സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളതിലല്ല അടിസ്ഥാനപ്പെട്ടത്. The joy that is within me is not based on the circumstances. എൻ്റെ ഉള്ളിൽ ആരാ വസിക്കുന്നത് എന്നുള്ളതിലാണ് The അടിസ്ഥാനം. assurance that I know who is within me, and that's what is reason. സാഹചര്യങ്ങൾ എത്ര ഇരുളടഞ്ഞതാണെങ്കിലും Regardless of how dark the circumstances. നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കുന്നു എന്നുള്ള കാര്യം മറന്നു Don't പോകും. forget who is within you. എല്ലാറ്റെയും തികവിലേക്ക് നടത്തുവാൻ കഴിവുള്ളവൻ. He is the one who will be able to bring everything to the good നമുക്ക് end. അവനെ മഹത്വപ്പെടുത്താം. Let us praise Him. അവന്റെ നാമത്തിന് മഹത്വം കരേറ്റാം. Let us lift the name of ദൈവകരങ്ങളിൽ നമ്മെ തന്നെ Jesus. Let സമർപ്പിക്കാം. us surrender ourselves in the presence ഒരുമിച്ച് of God. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray together. തലകളെ മുണക്കിയാട്ടെ. Let us bow our heads this morning. എല്ലാവരും പ്രാർത്ഥിക്കണം. Everybody
everybody pray. ആരും മിണ്ടാതിരിക്കരുത്. Nobody be quiet. നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന സന്തോഷം വേണം. And we need everlasting joy in ആ our lives. സന്തോഷം നമ്മൾ ക്രിസ്തുവിലാ കണ്ടെത്തുന്നത്. And we will only find that joy in Christ. അവനുള്ളിൽ വസിക്കുമ്പോഴാണ് നടക്കുന്നത്. When we dwell in him, that's when we have that joy. നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് When we നടക്കുന്നത്. are show gratitude, that's when അവന്റെ we are. പ്രവൃത്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് When we നടക്കുന്നത്. depend on his work of his hand, that's when we. ആത്മീക വളർച്ച നമ്മൾ ഉണ്ടാകുമ്പോഴാണ് When നടക്കുന്നത്. we are spiritually growing, that's when ദൈവ that joy happens. സ്നേഹത്താൽ നിറയുമ്പോഴാണ് When നടക്കുന്നത്. we are filled with the love of Jesus, that's when it ഇന്ന് happens. പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God bless us and help us this നമുക്ക് morning. പ്രാർത്ഥിക്കാം. Our Heavenly Father, we thank you for the word that is spoken very powerfully, Lord. Even in dire situations, your servant is writing to the church in Philippi, encouraging them. There was no reason and there was no circumstances that he could write these words other than to know that his life and his future is in your hands, Lord. Amen, amen. The joy you have given him, the everlasting joy, we will find only in you, Father. Regardless of what circumstances we may be. We may not be able to answer the questions that we have, but know that all the things around us only bring us happiness. Yes. Those are temporary things. But the joy comes from within, and that is to know that you are in control of our Amen, lives. amen. And that is the assurance that we need today. If any of those who are hearing us this morning, those who are here or online, if they are struggling with that joy, I pray that you will restore that joy in their lives. Yes. The knowing when they trust in you, God. Amen, Lord. Thank you for using your servant to bring this word to us. We are looking for what is ahead that you are in store for us, oh God. Amen. Thank you for this day. We thank you and help us to go with this strength. And as we face difficulties around us, know that we continue to trust you, God. We love you, we praise you, we honor you. You alone are worthy of our praises. In Jesus Christ, the Lord's precious name, we pray. Amen, amen. Thank you, Sam.